ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ 8th ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എക്സസൈസ് 8.2 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്കൊരു 4 സബ് ഡിവിഷൻ ഉണ്ട്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. MCQ ക്വസ്റ്റ്യൻ ആണ്. Okay, so 2 tan 30 divided by 1 plus tan square 30 അത് എത്രയാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് 30 വരുന്ന ട്രയാങ്കിൾ ഏതാ? 30 16 90 1:2 √3:2. 30ക്ക് ഓപ്പോസിറ്റ് 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് 2 വരും. ഓക്കെ, നമ്മൾ ആ ട്രയാങ്കിൾ എടുത്തു. ഇനി നമ്മളിതിൽ വാല്യൂ കൊടുക്കണം കേട്ടോ. 2 tan 30 divided by 1 plus tan square 30. So 2 into tan 30 and the tan opposite by adjacent. So 30ക്ക് opposite 1 ആണ്, adjacent √3 ആണ്. So 1 by √3 divided by 1 plus 1 by √3 the whole square, that is tan square. 2 into 1 2 കിട്ടും by √3 divided by 1 plus 1ന്റെ സ്ക്വയർ 1, √3ന്റെ സ്ക്വയർ 3 ആണ്. ഇനി ഇവിടെ നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. That is 1 into 3 plus 1 എത്രയാ? 4. 1 into 3 plus 1 divided by 3 വരും. 3 plus 1 4 ആണ്. സോ രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാനാണ്, റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 by √3 into 3 by 4 എന്നാവും. ഓക്കെ, സോ ഇതിനെ ഇനി എങ്ങനെയൊക്കെയാണ് മാറ്റിയെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ 2നെയും 4നെയും കട്ട് ചെയ്തു. 2ൽ 2 എത്ര ടൈംസാ? 1 ടൈംസ് ആണ്. 4ൽ 2 ടൈംസ് ആണ്. ഈ 3നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? √3 into √3 എഴുതി. വേറൊന്നിനുമല്ല, ഇവിടുന്ന് ഒരു √3യും ഇവിടുന്ന് ഒരു √3യും ക്യാൻസൽ ചെയ്യാനാണ്. സോ ബാക്കി ഇനി നമ്മളുടെ കയ്യിലുള്ളത് 1 into √3. സോ √3 by 2. ഇതെന്താ വരിക എന്നുള്ളത് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സൈൻ 60. അപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ സൈൻ 60 എന്താണെന്നുള്ളതെന്ന് പറയാൻ പോവാണ്. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് എന്താണ്? 60യുടെ √3 by 2 അത് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സൈൻ 60. കോസ് 60 വരില്ല, കാരണം അഡ്ജസൻറ്റ് 1 by 2 ആണ് കിട്ടുക. ടാൻ 60 അറിയുമ്പോൾ √3 by 1 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാലും 1 by 2 ആണ്. സോ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, സൈൻ 60. Then second, 1 minus tan square 45 degree and divided by 1 plus tan square 45 degree. അപ്പോൾ 45ൻ്റെ ഇത് ഞാനിവിടെ കൊടുത്തു. ട്രയാങ്കിൾ 1:1:√2 ആണ്. 45ന് ഓപ്പോസിറ്റ് 1 വരും, 90ക്ക് ഓപ്പോസിറ്റ് √2 വരും. ഇനി 1 മൈനസ് ടാൻ സ്ക്വയർ 45, ഇതിൽ നിന്ന് ടാൻ 45 കാണാം. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ്, സോ 1 by 1 അഥവാ 1. സോ 1 minus 1 square by 1 plus 1 square. 1 minus 1 square എത്രയാണ്? 1 ആണ്. സോ 1 minus 1 0. 0 by 2 0. സോ ഓപ്ഷൻ ഡി 0. അടുത്ത് സൈൻ 2a equal to 2 sin a is true when a equal to. എക്ക് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാണ് സൈൻ 2a equal to 2 sin a ആകുന്നത്? നോക്കി, ഞാനിവിടെ 30 60 90 വരച്ചിട്ടുണ്ട്. നമുക്ക് 30 into 45 ഒക്കെ ഉണ്ട് കേട്ടോ. 45ൻ്റെ കൊടുത്തു. ഇനി ആദ്യം ഞാൻ സൈൻ 0 എടുത്തു. സൈൻ 0 എന്താണ്? 0 ആണ്. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ 2 sin a അതും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 0 ആണ് കിട്ടുക. കാരണം സൈൻ 0 0 ആണ്. സൈൻ ഓഫ് 2a എന്ന് പറയുമ്പോൾ 2 into സൈൻ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 0. എ നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ കേട്ടോ, എ 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 into 0 0 ആണ്. അത് 2 sin 0ക്ക് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. 2 into 0 0, 2 into sin 0 0. ഒന്നും കൂടെ, സൈൻ 0 0 ആണ്. നമ്മൾ ഒരു റിസൾട്ട് അവിടെ എഴുതി വെച്ചു. സൈൻ 2a ആണ്, നമ്മൾ 0 എടുത്തു കേട്ടോ എയുടെ വാല്യൂ. അപ്പോൾ സൈൻ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 0. ഇവിടെ 2 sin a ആണ്, അപ്പോൾ 2 sin 0. 2 into 0 എന്താണ്? 0. അപ്പോൾ സൈൻ 0. 2 into sin 0 0 ആണ്. സൈൻ 0 0 ആണ്. 0 equal to 0. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് ഇല്ലേ?
സോ ഓപ്ഷൻ എനെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഓപ്ഷൻ എ 0 ഡിഗ്രിയാണ്. നമുക്ക് ആ റേഷ്യോ ഒന്നും വേണ്ട, ഞാനത് കൊടുത്തുന്നുള്ളൂ. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ തന്നെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ് വരുന്നത്. ദെൻ നാലാമത്തത് വരുന്നത് 2 tan 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 30. 30യുടെ ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സോ 2 into tan 30 opposite by adjacent, so 1 by root 3 divided by 1 minus 1 by root 3 ന്റെ സ്ക്വയർ. 2 into 1 2 ആണ്, അപ്പോൾ 2 by root 3 divided by 1 minus 1 ന്റെ സ്ക്വയർ 1, root 3 ന്റെ സ്ക്വയർ 3. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്യാം. 1 into 3 3 minus 1 by 3 വരും. 3 minus 1 എത്രയാണ്? 2 ആണ്, സോ 2 by 3. ഇനി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 by root 3 ഇൻറ്റു 3 by 2 എന്ന് വരും. ഓക്കെ, 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. 3നെ നമുക്ക് √3 ഇൻറ്റു √3 എന്ന് എഴുതാം. ഓക്കെ, √3 ഇൻറ്റു √3 എന്ന് എഴുതാം. √3യും ഒരു √3 എന്തായി പോകും? ക്യാൻസൽ ആയി പോവും. ബാക്കി √3 ആണുള്ളത്. ഓക്കെ, ഇതിൽ ഏതാണ് √3 വരുന്നത്? ആൻസർ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. cos 60 ആണോ? എന്താ cos 60? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1/2 ആണ്. അല്ല. എന്നാൽ sin 60 ആണോ? sin 60 പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് √3/2. അപ്പോൾ അതും അല്ല. എന്നാൽ tan 60 ആണോ? tan 60 ആണോ? tan എന്താണ്? tan 60 എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ √3/1 അഥവാ √3. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. കണ്ടോ? √3/1 √3. അപ്പോൾ ഓപ്ഷൻ സി tan 60 ഡിഗ്രി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസറുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ sin 30 cos 30 ഒക്കെ 60 എന്നൊക്കെ വരുമ്പോൾ 30 60 90 എടുക്കുക, അഥവാ 1:√3:2 എന്നുള്ള റേഷ്യോ വെച്ച് വരുന്ന ട്രയാങ്കിൾ എടുത്തിട്ട് അതിൽ ചെയ്യാൻ നോക്കുക. ഇനി 45 45 90 ഒക്കെയാണ് വരുന്നതെങ്കിൽ 1:1:√2 എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക, അതിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിനെ പിന്നെ നമ്മൾ ആ റേഷ്യോയിലോട്ട് ഏത് ആംഗിളിനാണ് നമുക്ക് കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഓപ്ഷൻസ് ഇട്ട് കൊടുത്താൽ മതി. അതിൽ ഓരോ ഓപ്ഷൻ്റെയും വാല്യൂ എത്ര വരുന്നത് നോക്കുക. ആ കറക്റ്റ് വാല്യൂ വരുന്ന ആൻസർ ഏതാണോ അതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഇതിലൊരു sin 0 വരുന്നത് നമ്മൾ നോക്കി, അതും നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. sin 2a = 2 sin a, നമ്മൾ 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 0 കിട്ടിയത്. അതും അതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.